മക്കളെ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് മക്കൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. സാറിന് ശ്രദ്ധിക്കുക, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സാമിനേഷന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ദ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. AB ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. AD ഈക്വൽ ടു CD ആൻഡ് ADC ഈക്വൽ ടു 130. അതായത് ABCD ഒരു ചക്രീയ ചതുർഭുജമാണ്. AB വൃത്തത്തിൻ്റെ വ്യാസമാണ്. AD ഈക്വൽ ടു CD ആണ്. ADC 130 ആണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തോണം. അപ്പോൾ ABCD ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. AB ഡയമീറ്റർ ആണ്, സെൻറ്ററോ നമുക്ക് തന്നിട്ടുള്ളതാണ്. AD ഈസ് ഈക്വൽ ടു CD നമുക്ക് തന്നിട്ടുണ്ട്. AD ഈക്വൽ ടു CD. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ADC എന്ന് പറയുന്നത് 130 ആണ്. സാർ ഈ യെല്ലോയിൽ എഴുതിയിരിക്കുന്നത് അത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ACB അല്ലെങ്കിൽ ആംഗിൾ ACBയുടെ അളവ് എന്താണ്? വളരെ സിമ്പിളാണ്. നമ്മളെല്ലാം ഇങ്ങനെ സിമ്പിളായിട്ടങ്ങ് ചിന്തിച്ചാൽ മതി. ACBയുടെ അളവ് എന്താണ്? നമുക്കൊന്നും ആലോചിക്കാനില്ല. ACB വന്നിരിക്കുന്നത് AOB എന്ന ഡയമീറ്ററിലൂടെയാണ്. AOB എന്ന ഡയമീറ്ററിലൂടെയാണ് ACB വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയമീറ്റർ മേക്സ് 90 ഡിഗ്രി ആംഗിൾ വിത്ത് ദി ആർക്ക്. അതായത് ഡയമീറ്ററിൽ നമ്മളൊരു ആർക്ക് വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ACB 90 ഡിഗ്രി, സംശയമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് DCB, അതായത് ആംഗിൾ DCBയുടെ വില എന്ത്? അപ്പം നമുക്ക് DCB നോക്കാം. DCB എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. DCB ഈ ആംഗിൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഇത്രയും 90 കിട്ടി. DCB എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ആംഗിളും കൂടി ചേരും. ഇത് കണ്ടുപിടിച്ചാൽ DCB എന്ന് പറയുന്ന 90+x എന്ന് കൂട്ടാം. നമ്മൾ എങ്ങനെ ഈ x കണ്ടുപിടിക്കും? നമുക്കറിയാം ഇത് 130 ആണ്. ട്രയാങ്കിൾ നോക്കണം. ADC എന്ന ട്രയാങ്കിളിലേക്ക് മക്കൾ നോക്കിയേ. ADC, ഈ ADC എന്ന ട്രയാങ്കിളിൽ ഇത് 130 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ബാക്കി രണ്ട് ആംഗിളും കൂടി ടോട്ടൽ 50 വരണം. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ 180 ആണ്. ഇത് 130 വന്നുകൊണ്ട് ബാക്കി രണ്ട് ആംഗിളും കൂടി 50 വരണം. ഇതേ കണ്ടോ, AD ഈസ് ഈക്വൽ ടു CD തന്നു. അപ്പോൾ അതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് ഈ രണ്ട് ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആംഗിൾ എന്ന് പറയുന്ന ഈ 50യുടെ പകുതിയായിരിക്കും, അതായത് 25 ആയിരിക്കും. അങ്ങനെയെങ്കിൽ DCB എന്ന് പറയുന്നത് 90+25 വരും, 115 വരും. സിമ്പിൾ, ചെറിയ ചെറിയ ചില ഐഡിയാസ് മാത്രം മതി. ഒറ്റ ക്വസ്റ്റ്യനും കൂടിയുണ്ട്. BAD, DCB നമ്മൾ കണ്ടു. ഇനി BADയും കൂടി കാണണം. നമുക്ക് BAD ഏതാണെന്ന് നോക്കിയേ. ഇതാണ് BAD. ഈ ആംഗിൾ കാണണം. അത് കാണാൻ വേണ്ടി ഈ ആംഗിൾ കാണാനുള്ള ട്രിക്കുണ്ട്. നമുക്കറിയാം ABCD ഒരു ചക്രീയ ചതുർഭുജം സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണ്. അപ്പം നമുക്ക് BAD പെട്ടെന്ന് കിട്ടും. കാരണം ഈ ആംഗിൾ DCB എന്ന് പറയുന്നത് 115 ആണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് 180-ൽ നിന്നും 115 കുറച്ചാൽ നമുക്ക് 65 കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.